ഫ്രാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6th ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രോജക്റ്റായ FCAS ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം. ഇത് യൂറോപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട 6ാം തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇതിനെ വെറും ഒരു യൂറോപ്യൻ പ്രോജക്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ 5ാം തലമുറ വിമാനങ്ങൾക്കായി എത്രത്തോളം മത്സരിക്കുന്നുണ്ടോ, അപ്പോൾ 6ാം തലമുറ എത്രത്തോളം പവർഫുള്ളായി മാറും എന്ന് കാട്ടിത്തരുന്ന ഒരു പ്രോജക്റ്റാണിത്. എന്നാൽ അങ്ങനെ ഇരുന്ന ഈ FCAS പ്രോജക്റ്റ് ഇപ്പോൾ ഔദ്യോഗികമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസും ജർമ്മനിയും ഇതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് വലിയൊരു തിരിച്ചടിയാണ്. എന്നാൽ ഇവിടെയും ഒരു നല്ല കാര്യം സംഭവിച്ചുവെന്ന് പറയാം. ഇത് ഇന്ത്യക്ക് ഒരു ചെറിയ അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ AMCA പ്രോജക്റ്റുമായി നമ്മൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. മറ്റ് രാജ്യങ്ങൾ 6th ജനറേഷൻ ടെക്നോളജിയെ കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു 5th ജനറേഷൻ വിമാനം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കൂടി പങ്കാളിയായി ഇറങ്ങിയാൽ അത് ഇന്ത്യക്ക് എത്രത്തോളം വലിയൊരു അഡ്വാൻറ്റേജായി മാറും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണിത്. ആദ്യം നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് അറിയണം. ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പല വീഡിയോസിലും അറിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു ചെറിയ ഷോർട്ട് ഇൻട്രോ ഞാൻ പറയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ FCAS എന്ന് വിളിക്കപ്പെടുന്ന ഫ്യൂച്ചറിസ്റ്റിക് കോമ്പാക്ട് എയർക്രാഫ്റ്റ് സിസ്റ്റം ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഒരു സംയുക്ത സംരംഭമായി നിർമ്മിക്കാൻ പദ്ധതിയിട്ട ഒരു പ്രോജക്റ്റാണ്. ഇതിൽ ഓരോ രാജ്യവും തമ്മിൽ ചെയ്യേണ്ട ജോലികൾ തമ്മിൽ കൃത്യമായി വീതിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പങ്കാളികളായ പ്രധാന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫ്രാൻസിന്റെ ദസോൾട്ട്, യൂറോപ്യൻ കമ്പനിയായ എയർബസ്, സ്പെയിന്റെ ഇൻട്രാ സിസ്റ്റംസ് ഇവരായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. സാധാരണയായി പല രാജ്യങ്ങൾ ചേർന്ന് ഒരു മൾട്ടി വെഞ്ചർ പ്രോജക്റ്റായി ഒരു യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അതിൽ കൃത്യമായ പങ്കാളിത്തം നൽകേണ്ടതുണ്ട്. അതനുസരിച്ച് ഈ വിമാനത്തിന്റെ പ്രധാന ബോഡി അഥവാ എയർ ഫ്രെയിം അത് ഡിസൈൻ ചെയ്യുന്നത് ദസോൾട്ട് കമ്പനിയായിരുന്നു. ഇതൊരു 6th ജനറേഷൻ വിമാനമായതുകൊണ്ട് തന്നെ ഇതിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോയൽ വിങ്മാൻ ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ചുമതല എയർബേസിനായിരുന്നു. കൂടാതെ ഇതിനാവശ്യമായ അത്യാധുനിക സെൻസറുകളും ഓൺബോർഡ് കമ്പ്യൂട്ടറുകളും നിർമ്മിക്കുക എന്നതായിരുന്നു സ്പെയിന്റെ ഇൻട്രാ സിസ്റ്റംസിന്റെ പ്രധാന ദൗത്യം. ഇങ്ങനെ നിർമ്മിക്കുന്ന യുദ്ധവിമാനം 2035ഓടെ പൂർത്തിയാക്കണമെന്നും അത് ലോകത്തിലെ ആദ്യത്തെ 6th ജനറേഷൻ എയർക്രാഫ്റ്റായി മാറണമെന്നതുമായിരുന്നു ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ തുടക്കം മുതൽ തന്നെ ഈ പ്രോജക്റ്റിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഇതിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതിനേക്കാൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെടാൻ പ്രധാന കാരണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈഗോ ആയിരുന്നു. കാരണം ദസോൾട്ട് കമ്പനി ഈ പ്രോജക്റ്റിൽ 80%-ലധികം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എയർ ഫ്രെയിം നിർമ്മിക്കുന്നത് കൂടാതെ വിമാനത്തിന്റെ സെൻസർ ഫ്യൂഷൻസ് സാങ്കേതിക വിദ്യയിലും തങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തം വേണമെന്നവർ വാശി പിടിച്ചു. ഫ്രാൻസിന്റെ ഈ അമിതാധികാര പ്രവണത ജർമ്മനിക്കും സ്പെയിനും വലിയൊരു തലവേദനയായി മാറി. എന്നാൽ ഇതിന് മറുപടിയായി ഫ്രാൻസ് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഞങ്ങൾ ഇതിനകം തന്നെ 5th ജനറേഷൻ പ്രോജക്റ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവരാണ്. അങ്ങനെ ഇരിക്കെ അടുത്ത തലമുറയിലെ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ എയർബസിന്റെ മിലിറ്ററി വിങ്ങിനോ സ്പെയിനോ ഇതിൽ വലിയ പരിചയമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പരിചയ സമ്പത്ത് കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇതിനെ ഒരു കാരണമായി ഉയർത്തിക്കാട്ടിയെങ്കിലും ജർമ്മനി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് അവർക്കിടയിലെ ആദ്യത്തെ അസ്വാരസ്യത്തിന് കാരണമായി. രണ്ടാമതായി ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകാതെ തകരാനിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫ്രാൻസിന്റെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു. ഫ്രാൻസ് ഒരു ആണവായുധ രാജ്യമാണ്. എന്നാൽ മറുവശത്തുള്ള ജർമ്മനിക്കോ സ്പെയിനോ ആണവായുധങ്ങളില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസ് ഇതിന്റെ ഡിസൈനിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അതായത് നമ്മൾ നിർമ്മിക്കുന്ന യുദ്ധവിമാനത്തിന്റെ സൈസ് അത് വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ റഫേൽ വിമാനങ്ങൾ എടുത്തു നോക്കിയാൽ ലോകത്തിലെ മറ്റ് 4.5 ജനറേഷൻ യുദ്ധവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ സൈസ് മീഡിയം മാത്രമാണ്. എന്നാൽ പേലോഡ് കപ്പാസിറ്റി അതിനനുസരിച്ച് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ മാതൃകയിൽ ഈ FCAS 6th ജനറേഷൻ വിമാനവും സൈസ് കോമ്പാക്റ്റായി നിർമ്മിക്കണമെന്നും അത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതായിരിക്കണമെന്നും അതുപോലെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലായിരിക്കണമെന്നും തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനം മറ്റ് 2 രാജ്യങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കി. സ്പെയിനേക്കാൾ ഇതിൽ കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ജർമ്മനിയായിരുന്നു. കാരണം അവരുടെ പക്കൽ ആണവായുധങ്ങളില്ല. അങ്ങനെ ഇരിക്കെ ഫ്രാൻസ് ഇതിന്റെ ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. എയർ ഫ്രെയിം നിർമ്മിക്കാനുള്ള ചുമതല ഫ്രാൻസിനായതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ പല മാറ്റങ്ങളും വരുത്തി. ഇത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞ് ജർമ്മനി ഈ ന്യൂക്ലിയർ ക്യാപ്പബിൾ എന്ന കാറ്റഗറിയെ പൂർണ്ണമായി നിഷേധിച്ചു.
അതുമാത്രമല്ല, ജർമ്മനിയുടെ ആവശ്യവും വലിയ ബോഡി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു. അതിലൂടെ കൂടുതൽ പേലോഡ് കൊണ്ടുപോകാനും നെക്സ്റ്റ് ജനറേഷൻ യുദ്ധമുറകളിൽ നിർണായകമായ ഡ്രോണുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും അവർ ആഗ്രഹിച്ചു. എന്നാൽ ഫ്രാൻസ് ഇത് അത്ര കാര്യമായി എടുത്തില്ല. ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത്. ജർമ്മൻ ചാൻസലറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു ഈ പ്രോജക്റ്റിൽ ഇനി ഈ 2 രാജ്യങ്ങളും ഉണ്ടാകില്ല എന്ന്. 3 രാജ്യങ്ങളുള്ള പ്രോജക്റ്റിൽ നിന്ന് 2 രാജ്യങ്ങൾ പിന്മാറിയാൽ ഔദ്യോഗികമായി ആ പ്രോജക്റ്റ് അവിടെ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? കാരണം ഇതിനകം തന്നെ ഒരുപാട് വർഷത്തെ ഗവേഷണങ്ങൾ ഇതിനായി നടത്തിക്കഴിഞ്ഞു. ഏകദേശം 100 ബില്യൺ യൂറോയോളമാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ആദ്യ മൂല്യം. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ എത്രയാകും? പല ലക്ഷം കോടികളാകും. അങ്ങനെ ഇരിക്കെ ഇത് ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു അവസരമായി മാറുന്നത്? ഫ്രാൻസ് തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ മാറ്റാൻ നോക്കിയത് കൊണ്ടാണ് ജർമ്മനി ഇതിൽ നിന്നും പിന്മാറിയത്. അപ്പോൾ ഇന്ത്യ ഈ പ്രോജക്റ്റിലേക്ക് പോകുമ്പോഴും ഫ്രാൻസ് ഇന്ത്യയെ ഇതുപോലെ പാർശ്വവൽക്കരിക്കാൻ ഒരുപാട് സാധ്യതയില്ലേ എന്ന് പലർക്കും ചോദ്യം ഉയരാം. പക്ഷേ ഈ സാഹചര്യത്തിൽ ജർമ്മനിയുടെ നിലപാടല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. ആദ്യം ഇന്ത്യക്ക് ഇതിലേക്ക് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അങ്ങനെ വന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് ഞാൻ പറയാം. അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് ചെറിയൊരു താരതമ്യം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇന്ത്യ AMCA പ്രോജക്റ്റുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രോജക്റ്റിൽ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നതിനുള്ള ഒരു 10% പ്രോസസ്സ് പോലും നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ 5th ജനറേഷൻ വിമാനം നമ്മുടെ കൈകളിൽ എത്താൻ ചുരുങ്ങിയത് 2035 കഴിയും. എന്നാൽ ഫ്രാൻസിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു? 2035 ഇതിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കണം. അതും വെറുമൊരു 5th ജനറേഷൻ അല്ല, ഒരു പക്ക 6th ജനറേഷൻ. അപ്പോൾ ഈ പ്രോജക്റ്റിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നതിലൂടെ വെറുമൊരു ഫണ്ടിംഗ് പാർട്ട്ണർ മാത്രമല്ല നമ്മളാകുന്നത്, മറിച്ച് ആ സാങ്കേതിക വിദ്യയിൽ പങ്കാളികളാകാനുള്ള വലിയൊരു അവസരമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇത് ലിറ്ററലി പറഞ്ഞാൽ 2018 റഷ്യയുടെ സുഖോയ് Su-57 നിന്നും ഇന്ത്യ പുറത്തു വന്ന സാഹചര്യം പോലെയാണ്. അന്ന് ഇന്ത്യ പിന്മാറാൻ പറഞ്ഞ പ്രധാന കാരണം അതിൽ കൃത്യമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഇല്ല എന്നതായിരുന്നു. എന്നാൽ ഫ്രാൻസിന്റെ ടെക്നോളജി എങ്ങനെയുള്ളതാണെന്ന് അറിയാം. അവർ ഇതിനകം നിർമ്മിച്ചിട്ടുള്ള വിമാനങ്ങൾ എത്രത്തോളം കെൽപ്പുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് റഷ്യയുമായി ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ ഫ്രാൻസുമായി ഇന്ത്യക്ക് ഉണ്ടാകില്ല. അതിനേക്കാൾ വലിയൊരു അഡ്വാൻസ്ഡ് കാര്യം എന്തെന്നാൽ നമ്മളിപ്പോൾ 114 റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ചർച്ചയിലാണ്. ഈ 114-90 വിമാനങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. 62% ഇന്ത്യൻ നിർമ്മിത പാർട്സുകൾ ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ദസോൾട്ട് റഫേലിന്റെ ആ പ്രൊഡക്ഷൻ ലൈൻ ഇന്ത്യക്കുള്ളിൽ തന്നെ രൂപപ്പെടും. ഇതെങ്ങനെ മറ്റൊരു നേട്ടമായി മാറുമെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഈ ഡീലിലേക്ക് വരികയും ഇതിന്റെ R&D നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ റഫേൽ നിർമ്മിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി നമ്മുടെ AMCA പ്രോജക്റ്റിലേക്ക് കൂടി നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഇനി AMCA പ്രോജക്റ്റ് 2035 തീർച്ചയായും പൂർത്തിയാകുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത കുറവാണ്. അത് വൈകാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഫ്രാൻസിന്റെ ഈ 6th ജനറേഷൻ എയർക്രാഫ്റ്റും 2040കളിലേക്ക് നീണ്ടുപോകാനാണ് സാധ്യത. അപ്പോൾ ആ പ്രോജക്റ്റ് പൂർത്തിയാകുന്നതിന് മുൻപ് അതിൽ നിന്ന് ലഭിക്കുന്ന പരിചയ സമ്പത്ത്, ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് AMCA പ്രോജക്റ്റ് വിചാരിച്ചതിലും നേരത്തെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമതായി, 6th ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ ആയാസമില്ലാതെ, ഒരു എഫേർട്ട്ലെസ് ഇല്ലാതെ, ഇതിനകം തെളിയിക്കപ്പെട്ട ഒരു വൻ ശക്തിയോടൊപ്പം നിൽക്കുമ്പോൾ ആ 6th ജനറേഷൻ റേസിലും ഇന്ത്യക്ക് പങ്കാളിയാകാനും ആ വിമാനം നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഒരു ജോയിന്റ് വെഞ്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഒരു ഈഗോ പ്രശ്നമോ തർക്കമോ വരാൻ സാധ്യതയില്ല. കാരണം ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്ക വിഷയം ഈ വിമാനത്തെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റണമെന്നുള്ളതായിരുന്നു. ജർമ്മനിയുടെ പക്കൽ അണുബോംബുകളോ ആണവ ശക്തികളോ ഇല്ല, അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ആശങ്കപ്പെടും. എന്നാൽ ഇന്ത്യ ഇതിനകം തന്നെ ആണവായുധമുള്ളൊരു രാജ്യമാണ്. നമ്മൾ റഫേൽ യുദ്ധവിമാനം പ്രധാനമായും തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അത് ന്യൂക്ലിയർ ക്യാപ്പബിൾ ആണെന്നുള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, 1950കൾ മുതൽ തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ശക്തമായ പ്രതിരോധ ബന്ധമുണ്ട്. നമ്മൾ ആദ്യം വാങ്ങിയ ടുഫാനി വിമാനങ്ങൾ മുതൽ ഒടുവിൽ വാങ്ങിയ റഫേൽ വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ എത്രയോ കരാറുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ഇന്ത്യക്ക് ഒരു വിശ്വസ്ത പങ്കാളിയായി മാറും. ജർമ്മനിയും ഫ്രാൻസും തമ്മിലുണ്ടായ ആ പ്രശ്നം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാറ്റിനും ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തെന്നാൽ,
ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നില്ല, ഒന്നിലധികം രാജ്യങ്ങളുമായി ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും ഫ്രാൻസിനെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് ഇന്ത്യക്ക് വളരെ നിർണായകമായ ഒരു പ്രോജക്റ്റായി മാറും. റഷ്യയുടെ SU-57 പ്രോജക്റ്റ് വെറും ചില $1 ബില്യൺ മൂല്യമുള്ള ഒന്നായിരുന്നു. അത് വേണ്ടെന്ന് വെച്ച് ഇന്ത്യ പുറത്തു വരുമ്പോൾ ഫ്രാൻസിന്റെ ഈ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രോജക്റ്റ് അതിന്റെ 3 മുതൽ 4 മടങ്ങ് വരെ ചിലവേറിയ ഒന്നാണ്. മാത്രമല്ല, റഫേലിന്റെ കാര്യത്തിൽ പോലും ഫ്രാൻസ് നമ്മുടെ കൈകളിൽ അതിന്റെ സോഴ്സ് കോഡ് തരാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവരെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ പ്രോജക്റ്റിലേക്ക് ഇറങ്ങും? തീർച്ചയായും ഇത് വളരെ വാലിഡായ ഒരു ചോദ്യം തന്നെയാണ്. സോഴ്സ് കോഡ് തരാൻ മടിച്ച ഫ്രാൻസ് ഇന്ത്യ ഒരു പാർട്ട്ണറായി വരുമ്പോൾ ആ സാങ്കേതിക വിദ്യ മാത്രം എങ്ങനെ പങ്കുവയ്ക്കും? സാങ്കേതിക വിദ്യയിൽ ഫ്രാൻസിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ജർമ്മനിയെയും സ്പെയിനെയുമാണ് അവർ ഇപ്പോൾ സൈഡ് ലൈൻ ആക്കിയത്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യ അവർ എങ്ങനെ അംഗീകരിക്കും എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്നാൽ നമ്മളൊരു രാജ്യത്ത് നിന്നും യുദ്ധവിമാനം വാങ്ങിയ ശേഷം അതിന്റെ സോഴ്സ് കോഡ് ചോദിക്കുന്നതും ഒരു പ്രോജക്റ്റിലേക്ക് തുടക്കത്തിലെ പാർട്ട്ണറായി കയറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ പങ്കാളിയാകുമ്പോൾ ഈ നിബന്ധനകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കും കരാർ ഒപ്പിടുക. അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായ പല പ്രധാന നിബന്ധനകളും ഈ ഘട്ടത്തിൽ ഫ്രാൻസ് അംഗീകരിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 6th ജനറേഷൻ റേസിലേക്ക് ഇന്ത്യക്കും ചുവടുവയ്ക്കാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെയൊരു നിർബന്ധിത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. മറ്റെല്ലാം മാറ്റിവെച്ച് വളരെ ലളിതമായൊരു കാര്യം പറയാം. ചൈന ഇതിനകം തന്നെ 300-ലധികം J-20 വിമാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു. അവരുടെ J-35 വിമാനങ്ങളും ഓപ്പറേഷനിലായി കഴിഞ്ഞു. ഇത് പാകിസ്ഥാന്റെ കൈകളിൽ എപ്പോൾ വേണമെങ്കിലും എത്താം. കാരണം ഇന്ത്യക്ക് ഉള്ളതുപോലെയുള്ള കടുത്ത പ്രോട്ടോകോളുകളോ നിയമങ്ങളോ പാകിസ്ഥാൻ ഇല്ല. അവർ ചൈനയോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ചൈന അവർക്ക് വായ്പയായി നൽകുകയോ ചെയ്താൽ വെറും 11 മാസത്തിനുള്ളിൽ ഒരു സ്ക്വാഡ്രൺ വിമാനങ്ങൾ കംപ്ലീറ്റ് ആയി കൊണ്ടുവരാൻ പാകിസ്ഥാന് സാധിക്കും. എന്നാൽ ആ സമയത്ത് നമ്മുടെ പക്കൽ ഒരു സ്റ്റെൽത്ത് യുദ്ധവിമാനം പോലും ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ള ഏക വഴി ഇന്ത്യയുടെ സ്വന്തം AMCA പ്രോജക്റ്റ് ആണ്. ശരിയാണ്, നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നത് കൊണ്ട് അത് വൈകിയാലും കുഴപ്പമില്ല. നമ്മുടെ സ്വന്തം സിസ്റ്റം വരണമെന്നത് തന്നെയാണ് പ്രധാനം. പക്ഷേ അതിനിടയിലുള്ള ഈ കാലയളവിൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ നമുക്ക് ആവശ്യത്തിന് വിമാനം വേണം. റഫേലിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല. കാരണം റഫേൽ ഒരു 4.5 ജനറേഷൻ യുദ്ധവിമാനം മാത്രമാണ്. അതിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. മറുഭാഗത്ത് റഷ്യയുടെ SU-57 ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ എത്തിച്ച് നിർമ്മിച്ചെടുക്കുമ്പോഴേക്കും 2032 കഴിയും. ആ സമയത്തിനുള്ളിൽ ചൈന സാങ്കേതിക വിദ്യയിൽ ഇതിലും എത്രയോ മുകളിലെത്തും. ഇതിനെല്ലാം നമുക്ക് നേരിടേണ്ടതുണ്ട്. ചൈനയെ പോലൊരു രാജ്യത്തോട് സാങ്കേതിക വിദ്യയിൽ മത്സരിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് ചില വിദേശ സഹായങ്ങൾ അത്യാവശ്യമാണ്. അതിനുള്ളൊരു മികച്ച ഓപ്ഷനായി ഇതിനെ കാണുകയാണെങ്കിൽ ഫ്രാൻസിന്റെ ഈ പ്രോജക്റ്റിൽ ഇന്ത്യ പങ്കാളിയാകുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൈനയുടെ ആധിപത്യത്തെ തകർക്കാനും ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിലൂടെ പാകിസ്ഥാൻ സ്വന്തമാക്കാൻ പോകുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാനും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ചുവടുവയ്പ് അനിവാര്യമാണ്. ഇതെല്ലാം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ മാത്രമാണ്. അതിനപ്പുറം ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ളത് പ്രധാനമായും 2 ഓപ്ഷൻസ് ആണ്. നമ്മുടെ സ്വന്തം AMCA പ്രോജക്റ്റ് കൂടാതെ 2 വഴികൾ. ഒന്ന്, ഇതുപോലെ വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയൊരു ടൈപ്പ് ഉണ്ടാക്കുക. രണ്ടാമത്തേത്, റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന SU-57 ജോയിന്റ് വെഞ്ചർ വഴി അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. ഇതിൽ ഏതാണ് ഇന്ത്യക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾ കരുതുന്നത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.